BJP നേതാവ് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുന്നത്. ഈ വിഷയത്തിൽ പ്രതികരണം പ്രതീക്ഷിക്കാം. അതിലേക്ക് നീതി ഉറപ്പാക്കുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്. അവിടെ ഈ സിസ്റ്റർമാരുടെ മഠത്തിലും അതോടൊപ്പം റെയിൽവേയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അടിസ്ഥാനപരമായി ഇവിടെ സംഭവിച്ചത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ആളെ കാണുകയും അവിടെ നിന്നും അതിനെ തുടർന്ന് ചോദിച്ച ചർച്ചകളിൽ ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമാകാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സുരേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അത് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയം പെട്ടെന്ന് ഈ രണ്ട് സിസ്റ്റർമാർക്ക് നേരെ തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് ഈ രണ്ട് സിസ്റ്റർമാർ ഈ മൂന്ന് പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ നേരിട്ട് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു എന്നാണ് ഇപ്പോൾ ഉള്ള നമുക്ക് ഏറ്റവും അവസാനമുള്ള അപ്ഡേറ്റ്.